ഇന്ന് നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉദ്ഘാടനമാണ്. എല്ലാവരും 9:30 തന്നെ എത്തിയനെ. പക്ഷേങ്കിൽ MLA ഉദ്ഘാടനത്തിന് എത്താൻ പറ്റില്ല എന്ന് കുറച്ച് മുമ്പാണ് MLAൻ്റെ PA വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഉദ്ഘാടനം നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ഇതാ ഫുള്ളായിട്ട് നിറച്ച് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉദ്ഘാടനത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ് രാവിലെ വന്നതാണ്, എന്നിട്ട് പോയതാണ്. വേറൊരു മീറ്റിംഗ് ആയിട്ട് ഇതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിന് എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. എനക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. എന്നാലും കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ പരിപാടി കുറച്ച് ലേറ്റായി, വിചാരിച്ചതിനെക്കാട്ടിൽ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ സാധനം നിക്ഷേപിക്കലാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് എടുത്ത് പോകാം. അവരെന്തായാലും ഇത് അറിയും, ഇതിൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിയും. അവരാരെ എടുക്കാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു അവകാശം പോലെ ഇതിൻ്റെ അകത്ത് സാധനം എടുത്ത് പോകാൻ പറ്റുന്നത് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഉദ്ദേശിച്ചത് വീട്ടിൽ വരുമാനമില്ലാത്ത, ഒരിക്കലും ഇതൊരു കിറ്റ് വിതരണമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കാണുന്നതല്ല കിറ്റ് വിതരണം എന്ന് പറയുമ്പോൾ എന്താ എല്ലാവരും കിറ്റ് വാങ്ങുന്നുള്ള ഒരു സംഗതിയിലേക്കാണ്. അപ്പോൾ ഇത് അതല്ല ഞാൻ ഈ ആശയം എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല ഈ സംരംഭം നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടായ്മ ഇതിന് വേണം. അത് വിജയിപ്പിക്കാൻ നമ്മളാവുന്ന രീതിയിൽ നമ്മുടെ ചെറിയ സമ്പാദ്യങ്ങൾ, നമ്മുടെ ചെറിയ നിക്ഷേപം, അത് ഞാൻ പറയുകയുണ്ടായി. എൻ്റെ വരുമാനത്തിൻ്റെ നിശ്ചിത ഭാഗം എല്ലാ മാസവും ഞാൻ ഈ രീതിയിൽ ഈ സാധാരണക്കാരെ സഹായിക്കാൻ, നിരാലംബരായ ആളുകളെ സഹായിക്കാൻ, രക്ഷിതാക്കളില്ലാതെ കുട്ടികളെ സഹായിക്കാൻ, അവരുടെ പഠനത്തിന് വേണ്ടി നീക്കി വെക്കുന്നത് ഞാൻ അവരൊരു വിഹിതം സമൂഹത്തിന് വേണ്ടി നൽകണം എന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് വളരെ സുതാര്യമാണ്. നമ്മൾ നൽകുന്നത് ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ് ഇനി ഉണ്ടല്ലോ ഗിഫ്റ്റ് ബോക്സിൽ വെക്കേണ്ട ഗിഫ്റ്റ് സ്വീകരിക്കലാന്ന്. അപ്പം നമ്മൾ ജീസൻസ് ടീമാണെന്നുള്ള ഇത് നടത്തുന്നത്. അപ്പം ഗിഫ്റ്റ് ആദ്യം കൈമാറേണ്ടത് നമ്മളെ ജീസൻസ് ടീമാണ്. അവരാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത്. അപ്പം നമ്മൾ സ്റ്റാഫെല്ലാണ് ഗിഫ്റ്റ് ബോക്സിൽ വെക്കേണ്ട ഗിഫ്റ്റ് ആദ്യം കൈമാറുന്നത്. അതിനുശേഷം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റ് സ്വീകരിക്കുക. ഗിഫ്റ്റ് തരാമെന്നവർ കൂടുതലുണ്ടല്ലോ, നമ്മളെ വീഡിയോസ് കാണുന്നവരാണ്, എല്ലാം പുറത്തുള്ളവരാണ് കൂടുതലായിട്ടാ. നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ തീരെ ഇല്ല. വേറൊന്നല്ല, നമ്മളെ നാട്ടിൽ ഇതിനെപ്പറ്റി വലിയ പബ്ലിസിറ്റി ആയിട്ടില്ല. കാരണം നമ്മളെ ചാനലാണ് ഇതിൻ്റെ പരസ്യം കൂടുതൽ കൊടുത്തത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ്. അപ്പം ഇനി അടുത്തത് ഉദ്ഘാടനമാണ്. അപ്പം റിബൺ കട്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആദ്യം സാധനം വെക്കണേ. ഇതാ ഒരു കുഞ്ഞുമോള് കുറേ ബാഗ് കൊണ്ട് അതിന് കുട്ടികളെ, അതാണ് ആദ്യം വെച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇത് നമ്മളെ സുഹൃത്ത് നിയാസിൻ്റെ മോളാണ്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് മോളെന്നെ ആദ്യം വെക്കട്ട് പറഞ്ഞിട്ട് അങ്ങനെ മോളാണ് ആദ്യം ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ള സാധനം വെച്ച്. അതിനുശേഷം പ്രസിഡന്റ് സാധനങ്ങൾ നിക്ഷേപിച്ച് കേട്ടോ. അപ്പം നമ്മൾ ഗിഫ്റ്റ് ബോക്സ് കേട്ടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ജനങ്ങളെയുമലാണ് എല്ലാവരും ഇതുപോലെ ഫുള്ളാക്കലാങ്കിൽ എപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ല, നമ്മളെ നാട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നല്ല കണ്ടീഷനായിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എല്ലാവരും ക്ഷീണിച്ചേട്ടാ. വേറെ നല്ല MLAനെ കാത്തു നിന്നിട്ട് കുറേ ലേറ്റായി പോയേ. എല്ലാവരും ക്ഷീണിച്ച് വന്നവർക്കെല്ലാം പപ്സും ചായയാണ് നമ്മൾ സെറ്റാക്കി കൊടുത്തത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് സ്വീകരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിരുന്നു കേട്ടോ. അവരൊക്കെ രാവിലെ വന്ന് MLAനെ കാത്തിരുന്ന് മടുത്തുന്നൊന്നും കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഓരോ കിറ്റാക്കി വെച്ചിനെ. അപ്പോൾ അവർക്കുള്ള കിറ്റ് ഇതാ വേദിയിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തു കേട്ടോ. ഇവരൊക്കെ ശരിക്ക് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെയൊക്കെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചാൽ വളരെ നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ള. ഈ വന്നവരിൽ ഒരുപാട് കടവും ബാധ്യതയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വലിയ കടങ്ങളൊന്നും വിട്ടാൽ നമുക്ക് പറ്റില്ലെങ്കിലും ഇവരെ പട്ടിണി മാറ്റാൻ നമുക്ക് പറ്റും. പിന്നെ ഇവരെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും നമുക്ക് പറ്റും. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വന്നവരൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടാ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി. സത്യം പറയല്ല, എൻ്റെ കണ്ണെന്നും വെള്ളം വന്ന് ഭയങ്കര സന്തോഷം തോന്നേണ്ട നിമിഷമാണെന്ന് ഏതെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് നേരെ തിരിച്ചാ തോന്നിയത്. എനിക്കെന്തോ ഭയങ്കര സങ്കടമാണെന്ന് തോന്നിയത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ച്, ഈ വന്നവർക്കെല്ലാം ഉണ്ടല്ലോ നല്ല കഷ്ടപ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാ മാസവും വേണ്ടുന്ന സാധനങ്ങളുണ്ടല്ലോ ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിൽ എന്തായാലും വാങ്ങി വെക്കും.